ഇനി നമ്മൾ CPIM സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് നടന്ന നടപടിക്രമങ്ങളെ സംബന്ധിച്ച് കൂടി നോക്കാം. രണ്ടാം ദിവസമായ ഇന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയാണ് തുടരുന്നത്. ഓരോ ജില്ലയിൽ നിന്നും നിശ്ചയിക്കപ്പെട്ട പ്രതിനിധികളാണ് പൊതുചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഗ്രൂപ്പ് ചർച്ച ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു. ആ നടപടിക്രമം സംബന്ധിച്ചുള്ള റിപ്പോർട്ടിലേക്ക് കൂടി ഒന്ന് പോകാം. CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന് മേലുള്ള ഗ്രൂപ്പ് ചർച്ച ഇന്നലെ രാത്രി കൊണ്ട് പൂർത്തീകരിച്ചിരുന്നു. മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയ്ക്കും ചർച്ചയ്ക്കുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. ഓരോ ജില്ലയ്ക്കും അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കേണ്ടവരെയും തീരുമാനിച്ചു. ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ടവരാണ് തങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ പറയാൻ ചുമതലയേൽപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയ്ക്കുമുള്ള അഭിപ്രായങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഉന്നയിക്കും. സംഘടനാപരവും രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങൾ പൊതുചർച്ചയിൽ ഉയർന്നുവരും. നാളെ ഉച്ചയോടുകൂടി പൊതുചർച്ച അവസാനിക്കും. തുടർന്ന് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രേഖയെക്കുറിച്ച് ചർച്ച തുടങ്ങും. സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും. അടുത്ത 3 വർഷത്തേക്ക് പാർട്ടിയുടെയും നാടിൻ്റെയും സമഗ്രമായ പുരോഗതിക്കുള്ള ചർച്ചകളാണ് CPIM സംസ്ഥാന സമ്മേളനത്തിൽ പുരോഗമിക്കുന്നത്. നാളെ MB ഗോവിന്ദൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയും. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ഷമ്മി പ്രഭാകർ, കൈരളി ന്യൂസ്, കൊല്ലം.